Good afternoon. Good afternoon, ma'am. ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, അപർണയും കൂടി ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? അപർണ ഉണ്ടായിരുന്നില്ലേ? ഇല്ല മാം. അല്ലേ, പ്രതീക്ഷ അശ്വിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നിങ്ങള് കഴിഞ്ഞ ദിവസം എവിടെ വരെ പഠിച്ചു നിർത്തി? System components of centralized gas system. System components of centralized gas system. ഗ്യാസ് സിസ്റ്റത്തിന്റെ ഓരോ കമ്പോണൻസ്, അതിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് സോഴ്സ് പറഞ്ഞു, സെക്കൻഡ് പൈപ്പിംഗ് നെറ്റ്വർക്ക് പറഞ്ഞു, ഇനി തേർഡ് നമുക്ക് വാൽവുകൾ. വാൽവ് പറഞ്ഞായിരുന്നോ? ടൈപ്പ് ഓഫ് വാൽവ്, സോൺ വാൽവ്, സർവീസ് വാൽവ്. ഇല്ല, വാൽവ് പറഞ്ഞില്ല. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞോളൂ കമ്പോണൻസ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കാം. നമുക്ക് അതിനകത്ത് രണ്ടെണ്ണം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി തേർഡ് വണ്ണാണ് വാൽവുകൾ. ഓക്കെ, വാൽവ്സ്. അപ്പൊ വാൽവുകളെ നമുക്ക് ടു ടൈപ്പ് ഓഫ് വാൽവ്സ് ഉണ്ട്. രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. There are two types of valves, zone valves and service valve. നോക്കണം, ഈ ഇതിനകത്ത് കമ്പോണൻസിൽ വരുന്ന വാൽവുകൾ രണ്ടായിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് വാൽവ്സ് ഉണ്ട്. ഫസ്റ്റ് സോൺ വാൽവുകളും രണ്ടാമത്തെ സർവീസ് വാൽവുകളും. രണ്ടിന്റെ രണ്ട് ഫങ്ഷൻസ് ആണ് വരുന്നത്. സോൺ വാൽവുകൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് എ സിസ്റ്റം. അതായത് ഒരു വലിയൊരു ഭാഗം മുഴുവനും ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ പാർട്ട് ഓഫ് ദ സിസ്റ്റം, ഒരു സിസ്റ്റത്തിന്റെ ഒരു ഭാഗം മുഴുവനും ഒരു വലിയൊരു പോർഷൻ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ യൂസ് ചെയ്യുന്നത്. വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, അത് കൺട്രോൾ മെത്തേഡ് ആണ്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൽവുകൾ യൂസ് ചെയ്യുന്നത്. അതിൽ സോൺ വാൽവുകൾ is used to isolate large part of the system. ഒരു വലിയൊരു ഭാഗം, that is room for modification and or repair. ഇപ്പൊ നമ്മൾ ഒരു വലിയൊരു ഭാഗം മുഴുവനും റിപ്പയർ ചെയ്യണം. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഗ്യാസ് സപ്ലൈ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ്ടേ? അവിടെ എന്തെങ്കിലും പൈപ്പ് ലൈനിലൊക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഭാഗത്തേക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഈ പൈപ്പ് ലൈൻ സിസ്റ്റം ഒക്കെ ക്ലോസ് ചെയ്യണം, അടച്ചു വെക്കണ്ടേ? എന്നിട്ടല്ലേ ഇപ്പൊ നമ്മൾ വേണ്ട വീട്ടില് നമുക്ക് എന്താ ഒരു പൈപ്പിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ഭാഗത്തേക്കുള്ളത് പൈപ്പ് അവിടെ ടാപ്പ് ക്ലോസ് ചെയ്ത് വെക്കൂലേ? അത്ര ഒരു ഏരിയയിലേക്ക് നമുക്കത് പൈപ്പൊക്കെ മുറിച്ച് ഫിറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഭാഗം മാത്രമായിട്ട് നമ്മൾ വാൽവ് ക്ലോസ് ചെയ്തിടും അല്ലേ? അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരു വലിയൊരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ അന്നേരം സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം. മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയറിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു വലിയൊരു പോർഷനെ ഒറ്റപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സോൺ വാൽവുകൾ യൂസ് ചെയ്യുന്നത്. Okay, besides zone valves are installed on corridor valves and should be labeled to indicate the route that they control. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? സോൺ വാൽവ്സ് are installed on corridor valves and should be labeled to indicate the route that they control. ഈ സോൺ വാൽവുകൾ ഈ കോറിഡോർസിന്റെ വാൾസിൽ സോൺ വാൽവുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. കോറിഡോർസ് വാൾസിൽ ഈ സോൺ വാൽവുകൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, സ്ഥാപിക്കാൻ പറ്റും. അവ ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ടു ഇൻഡിക്കേറ്റർ, അവിടെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ലേബിൾഡ് ചെയ്യണം എന്നും കൂടി അടുത്ത പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷുഡ് ബി ലേബിൾഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂട്ട് that they control. അവ നിയന്ത്രിക്കാൻ, അവിടെ കൺട്രോളിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ ലേബൽ ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സോൺ വാൽവുകൾ ഒരു വലിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് സോൺ വാൽവ് യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു 4-5 റൂമുകൾ
അല്ലെങ്കിൽ കുറച്ചൊരു പോർഷൻ, ഒരു വലിയൊരു ഭാഗത്തെ തന്നെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. അത്രയും ഭാഗത്തേക്കുള്ള ഈ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ചിലപ്പോൾ അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടി മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു വലിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താനാണ് സോൺ വാൽവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ which of the following valve is used to isolate the large part of the system? അങ്ങനെ ചോദിക്കാം, ഏത് വാൽവ് ആണ് ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി യൂസ് ചെയ്യണമെന്ന്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നത് സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റോൾ, എവിടെ ഇൻസ്റ്റോൾ ചെയ്യാന്ന് പറഞ്ഞേക്കണേ, ഓൺ കോറിഡോർ വാൾസ് ആൻഡ് കോറിഡോർസ് വാൾസിൽ ഇത് സോൺ വാൽവുകൾ അവിടെ സ്ഥാപിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടെ ലേബൽ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലേബിൾ ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ, അത് കൺട്രോൾ ആ നിയന്ത്രണത്തിലിരിക്കുന്ന മുറി, അതിന് ആ റൂമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ലേബൽ ചെയ്യുകയും ചെയ്യണം. Furthermore, service valves are used to isolate certain part of the system. ഒരു ചെറിയൊരു ഭാഗം മാത്രം, ഒരു റൂം മാത്രം, അങ്ങനെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഐസൊലേറ്റ് ചെയ്ത് നിർത്താനാണ് സർവീസ് വാൽവുകൾ യൂസ് ചെയ്യുന്നത്. സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് certain part of the system. അത് ഇതിന്റെ എന്തിനാ? ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് ഓർ റിപ്പയർ. മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ടോ റിപ്പയറിന്റെ ഭാഗമായിട്ടോ ഒരു ചെറിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താനാണ് ഈ സർവീസ് വാൽവുകൾ യൂസ് ചെയ്യുന്നത്. They are assembled by the clinical staff. അത് ഈ ക്ലിനിക്കൽ സ്റ്റാഫിന് അസിസ്റ്റബിൾ എന്നാട്ടോ വന്നേക്കുന്നത്. അത് സ്വാധീനിക്കുക, അത് ക്ലിനിക്കൽ സ്റ്റാഫിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിന് സ്വാധീനിക്കാൻ പറ്റും. ആ സ്റ്റാഫിന് തന്നെ അത് ആ വാൽവ് ക്ലോസ് ചെയ്യാം എന്ന രീതിയിൽ. അപ്പൊ അവർക്ക് ആ ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അസസബിൾ ബൈ ദ ക്ലിനിക്കൽ സ്റ്റാഫ്. ഓക്കെ, അതാണ് രണ്ട് വാൽവുകൾ. ഏതൊക്കെയായിരുന്നു? സോൺ വാൽവ് ഉണ്ട്, സർവീസ് വാൽവ് ഉണ്ട്. സോൺ വാൽവ് എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്? സോൺ വാൽവ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സോൺ വാൽവ് എന്തിനാ യൂസ് ചെയ്യണേ? ഈസ് യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട്. അത്രയും നിങ്ങൾ ഓർക്കുക. ഐസൊലേറ്റ് ദ ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാൻ സോൺ വാൽവ്. പിന്നെ സർവീസ് വാൽവ് യൂസ് ചെയ്യണതോ സ്പെസിഫിക് പാർട്സ്. ഐസൊലേറ്റ് സർട്ടൻ പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഒരു ചെറിയൊരു ഭാഗം മാത്രം ഐസൊലേറ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ അതിന് നമുക്ക് സർവീസ് വാൽവുകൾ യൂസ് ചെയ്യാം. ഇതൊക്കെ എന്തിനാ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നിർത്തേണ്ടത്? എന്തെങ്കിലും മോഡിഫിക്കേഷനോ റിപ്പയർ വർക്കോ ഒക്കെ നടത്തുന്നെങ്കിൽ അത്രയും ഭാഗത്തേക്കുള്ള ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഒന്ന് കൺട്രോൾ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ പറഞ്ഞു സർവീസ് വാൽവുകൾ ആ ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ കൺട്രോൾ ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ്, ഫോർത്ത് വൺ ആണ് വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ പറഞ്ഞേ? എന്തിനു വേണ്ടിയിട്ടാ? മോണിറ്ററിംഗ് അല്ലെ? മോണിറ്റർ ചെയ്യാൻ, ടു ഗീവ് ദ ഇൻഫർമേഷൻ. എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അലാറം ഒക്കെ സൈറനൊക്കെ മുഴങ്ങും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്താ എന്തെങ്കിലും ഒരു ഇതുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനാണ്, മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ടു ഗീവ് ദ ഇൻഫർമേഷൻ. കണ്ടോ, ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ദ റെസ്പോൺസിബിൾ സ്റ്റാഫ് അബൌട്ട് ദ ഹോൾ പ്ലാന്റ് ഇൻ ദ കേസ് ഓഫ് ഫെയിലിയർ ഡിറ്റക്ഷൻ ഓർ ചേഞ്ച് റിക്വയർമെന്റ്സ്. ഫെയിലിയർ, എന്തെങ്കിലും അവിടെ ഫോൾട്ടുകളോ ഫെയിലിയറോ ഒക്കെ കണ്ടെത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു മാറ്റങ്ങൾ അവിടെ കുറച്ച് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുകയൊക്കെ ചെയ്താൽ മുഴുവൻ ആ പ്ലാന്റിലെയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിൾ സ്റ്റാഫ്, അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫിന് വിവരങ്ങൾ നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് വാർണിംഗ്. അത് ചെയ്യുന്നത് ഈ വാർണിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫെയിലിയർ ആയി, എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും ഇതൊക്കെ വന്നു, അപ്പൊ അവിടുത്തെ ആ സ്റ്റാഫിന്, അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫിന് നമുക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ വാർണിംഗ് സിസ്റ്റം അതുപോലെ തന്നെ അലാറം സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫെയിലിയർ ഒക്കെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തുകയോ ഒക്കെ ചെയ്താൽ അവിടെ ഇവിടെ ഒരു ഫെയിലിയർ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ചേഞ്ചസ് ഒക്കെ വരുത്തുവാണ്, ചേഞ്ച് ആവശ്യമാണ് എന്നുള്ളതൊക്കെ ആ മൊത്തം പ്ലാന്റിലെ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ വാണിംഗ് സിസ്റ്റം കൊടുക്കുക എന്നുള്ളതാണ് വാണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് വാണിംഗ് സിസ്റ്റം അലാറം സിസ്റ്റം പറയുന്നുണ്ട്. there are two main alarm system. ഫസ്റ്റ് ആണ് മാസ്റ്റർ അലാറം ആൻഡ് ഏരിയ അലാറം. ടൈപ്പ് ഓഫ് അലാറംസ് ഏതൊക്കെയാ? മാസ്റ്റർ അലാറം ആൻഡ് ഏരിയ അലാറം. മാസ്റ്റർ അലാറം ആൻഡ് ഏരിയ അലാറം രണ്ട് ടൈപ്പ് ഓഫ് അലാറംസ് വരുന്നുണ്ട്. മാസ്റ്റർ അലാറം ഇനി നോക്കിയേ, മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. ഒരു മെയിൻ ഗ്യാസ് ലൈനിൽ ഈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാറം കൊടുക്കുന്നത്. മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. എന്നാൽ ഏരിയ അലാറം നോക്കിയേ, and the area alarms are found on alarm panels and their function is to monitor the condition of specific critical care area. Critical care area യുടെ അവസ്ഥ കണ്ടീഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ അലാറം യൂസ് ചെയ്യുന്നത്. പിന്നെ അത് രണ്ട് ടൈപ്പ് ഓഫ് അലാറം സിസ്റ്റം, അതിന്റെ പേരുകൾ നോക്കണം. മാസ്റ്റർ അലാറം എന്ത് ചെയ്യുന്നു? മാസ്റ്റർ അലാറം മെയിൻ ഗ്യാസ് ലൈനെ മോണിറ്റർ ചെയ്യുന്നു. അപ്പോൾ ഏരിയ അലാറം അതിനകത്ത് കണ്ടീഷൻ മോണിറ്റർ ദ കണ്ടീഷൻ ഓഫ് സ്പെസിഫിക് പ്രത്യേക ക്രിട്ടിക്കൽ കെയർ ഏരിയയുടെ കണ്ടീഷനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ അലാറം യൂസ് ചെയ്യുന്നത്. So which of the following alarm system is used to control the main gas line and the source condition? It is to monitor the gas line and the source condition. Main gas line അതിന്റെ സോഴ്സ് കണ്ടീഷനൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാസ്റ്റർ, ആ പേര് തന്നെ അറിയാം, മാസ്റ്റർ സ്വിച്ച് ഉണ്ട് വീട്ടില്. മാസ്റ്റർ സ്വിച്ച് ഇല്ലേ എല്ലാത്തിന്റെ ഒരു കൺട്രോൾ കൊടുക്കുന്നത് അല്ലെ? ഓരോ സ്വിച്ച് നമുക്ക് ഇതാക്കണ്ട. ഇപ്പൊ എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമുക്ക് എല്ലാ ലൈറ്റും ഒക്കെ ഒന്ന് തെളിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു മാസ്റ്റർ സ്വിച്ച് ഇട്ടാൽ മതി. അപ്പൊ എല്ലാം ഓൾറെഡി എന്താ പറയാ ഓണാവും. അതുപോലെ തന്നെ മാസ്റ്റർ അലാറം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഗ്യാസ് ലൈന് മോണിറ്റർ ചെയ്യാനും ഏരിയ അലാറം എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയയിലെ കണ്ടീഷൻസ് അവിടുത്തെ അവസ്ഥയില് മോണിറ്റർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അശ്വിനി കുട്ടി എന്താ പറ്റി? കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ച് വിഷമിച്ചിട്ടാണോ? അല്ല അതെ, എല്ലാവരും കേട്ടിരിക്കണ്ടേ? നിങ്ങൾക്ക് ഒരവറല്ലേ ക്ലാസ് കയറിയുള്ളൂ. HA4 ക്ലാസ് കഴിഞ്ഞിട്ട് 1:30 to 2:30, 2:30 to 3:30 2 അവർ മാക്സിമം എടുക്കുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ രാവിലെ മുതൽ ഞങ്ങൾ എടുക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കണം? ലാസ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്കും ആടി തൂങ്ങിയിരുന്നാ പറ്റുമോ? 2 ക്ലാസ് കയറിയപ്പോഴത്തേക്ക് നിങ്ങൾ വിഷമിച്ചാ? ഇല്ല. ഇംഗ്ലീഷ് പഠിച്ച് വിഷമിച്ചാ? ഇല്ല. ഓക്കെ, നല്ല ലക്ഷ്യത്തിൽ കേട്ടിരിക്കണ്ടേ? ഫുഡൊക്കെ കഴിച്ചില്ലേ? കഴിച്ചതിന്റെ ക്ഷീണാണോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ചാടി നമ്മള് വേഗം അതിന് നല്ല ആക്റ്റീവ് ആയിരിക്കണം, നല്ല എനർജറ്റിക് ആയിരിക്കണം. നല്ല നമുക്ക് എന്താ പറയാ പെട്ടെന്ന് പഠിക്കാനും എല്ലാത്തിനും ഒരു ഇത് വേണ്ടേ? അപ്പൊ നമ്മള് 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ തേർഡ് പോയിന്റ് ആയിട്ട് നമ്മളെ കമ്പോണൻസിൽ മൂന്നാമത്തെ പറഞ്ഞ വാൽവുകള്, അത് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് വാൽവുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? സോൺ വാൽവും സർവീസ് വാൽവും. സോൺ വാൽവ് എന്തിനാ? ഒരു ലാർജ് വലിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ. ഇനി സർവീസ് വാൽവുകളോ ഒരു പ്രത്യേക ഒരു ചെറിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അത് ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ അതിന് തന്നെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ 4th പോയിന്റിൽ പറഞ്ഞത് വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. അത് നമുക്കറിയാം എന്തിനാണ്? അവിടുത്തെ അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫിന് എന്തെങ്കിലും ഫെയിലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഒക്കെയോ ആവശ്യമാണെങ്കിൽ അതൊക്കെ അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഫർമേഷൻ, അതിനുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് അലാറം സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. മാസ്റ്റർ അലാറം ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ഏരിയ അലാറം ഉണ്ട്. മാസ്റ്റർ അലാറം എന്തിനു ചെയ്യുന്നു? മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷനെ മോണിറ്റർ ചെയ്യുമ്പോൾ ഏരിയ അലാറം ഒരു പ്രത്യേക സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയനെയാണ് മോണിറ്റർ ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളും ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഒരു 2 പാരഗ്രാഫ് ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ പറയണേ, അത്രത്തോളം നിങ്ങൾക്ക് അതൊന്നും മനസ്സിൽ പതിഞ്ഞോട്ടെ എന്ന് വരിക കേട്ടോ. ചിലപ്പോ ചില ആളുകൾക്ക് 1 പ്രാവശ്യം കേട്ടാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും.
ചിലർക്ക് ചിലപ്പോൾ ഒരു വട്ടം കേട്ടാവുന്നില്ല, 2-3 പ്രാവശ്യം കേട്ട് മനസ്സിലാക്കുന്നവരുണ്ട്. നമ്മൾ ഇത്ര ടൈം പോയാലും നിങ്ങൾ എന്ന് എത്രത്തോളം എടുക്കുന്നു അത് നിങ്ങൾ പഠിക്കുക. അതാണ്. അപ്പൊ നമുക്ക് 2-3 പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു, പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര തന്നെ എടുക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക. വൈകുന്നേരം നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോഴേക്ക് നിങ്ങൾ ഓൾറെഡി അത് പഠിക്കും. പിന്നെ എക്സാമിനാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളെ ഏകദേശം നമുക്ക് അറിയാലോ. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണെന്നെങ്കിലും മനസ്സിലാവുമല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മൾ അന്നുള്ളത് റെഗുലർ ആയിട്ട് പഠിച്ചു പോവുക. നിങ്ങളുടെ ഏകദേശം മൊഡ്യൂളുകളൊക്കെ ഫസ്റ്റ് സെക്കൻഡിന്റെ ഒക്കെ ലാസ്റ്റ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. 3-4 ചാപ്റ്റർ കൂടി എന്റെ ഉള്ളൂ. 3-4 ചാപ്റ്റർ ഒക്കെ ഇനി വരുന്നുള്ളൂ. കൂടി എല്ലാ മൊഡ്യൂളും കഴിയും ഫസ്റ്റ് സെക്കൻഡ്. എക്സാം ഒക്കെ പെട്ടെന്നൊക്കെ ആകും. അപ്പൊ അതുകൊണ്ട് ഇനി എടുക്കുന്ന പോർഷൻസ് അന്നു തന്നെ നിങ്ങൾ ക്ലിയർ ആക്കി പോവുക. അപ്പൊ നമുക്ക് ഇനി എക്സാം വരുമ്പോഴത്തേക്ക് അത്രയും കുറച്ച് പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്ലെറ്റ്സ് ആർ പോയിന്റ്സ് അറ്റ് വിച്ച് കണക്ഷൻ ക്യാൻ ബി മെയ്ഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റം ടു സപ്ലൈ അണ്ടർ പ്രഷർ. എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റുകള് പ്രഷറിൽ സപ്ലൈ, നല്ലൊരു പ്രഷറിൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് കണക്ഷനുകൾക്ക് നൽകാവുന്ന ആ പോയിന്റുകളെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഔട്ട്ലെറ്റ്സ് ആർ പോയിന്റ്സ്. ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പോയിന്റുകളാണ്. അത് എങ്ങനെയുള്ളതാ? ഔട്ട്ലെറ്റുകളിൽ ഔട്ട്ലെറ്റുകൾ ഈ പ്രഷറിൽ സപ്ലൈ ചെയ്യാം. കുറച്ചുകൂടി പ്രഷർ കൂട്ടി അല്ലെങ്കിൽ പ്രഷറിൽ സപ്ലൈ ചെയ്യുന്നതിനായിട്ട് മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് കണക്ഷനുകൾ നൽകാവുന്ന ആ പോയിന്റ്സിനെയാണ് ഈ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. വൈ ദ ഇൻലെറ്റ് സപ്ലൈ വാട്ടർ. അപ്പൊ ഔട്ട്ലെറ്റ് എന്താ സപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഡിക്കൽ ഗ്യാസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഔട്ട്ലെറ്റ്സിൽ കൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഇതിലേക്കാണ് നമ്മൾ ആ കണക്ഷൻ വരുന്നത്. മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുമ്പോൾ ഇൻലെറ്റ്സുകള് വാക്കും സപ്ലൈ ചെയ്യുന്നു. ഇൻലെറ്റ്സ് എന്താ സപ്ലൈ ചെയ്യുന്നത്? വാക്കുമാണ്. ലാസ്റ്റ് നോക്കാട്ടോ. ഇൻലെറ്റ് സപ്ലൈ ഡാഷ്. ഇൻലെറ്റ്സ് എന്താ സപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കാം. വാക്വം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇൻലെറ്റ് സപ്ലൈ ഡാഷ്. വാക്വം സപ്ലൈ ചെയ്യുന്നു. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് സെക്കൻഡറി എക്യുപ്മെന്റ്സ്, 6ാമത്തെ. നമ്മൾ ഇതെല്ലാം ആദ്യത്തെ 1 to 5 വരെ പ്രൈമറി എക്യുപ്മെന്റ്സിൽ എടുത്താൽ നോക്കാം. ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സോഴ്സ് ഓഫ് സപ്ലൈ, സോഴ്സ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയ പൈപ്പിംഗ് നെറ്റ്വർക്ക് പറഞ്ഞു. പിന്നെ കൺട്രോൾ മെത്തേഡ് ആണ്, കൺട്രോൾ ചെയ്യാൻ വാൽവുകൾ പറഞ്ഞു. പിന്നെ മോണിറ്ററിംഗ്, ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ആണ് ടു സപ്ലൈ, ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ലെറ്റ്സുകളും ഇൻലെറ്റ്സും പറഞ്ഞു. ഇത്രയും കാര്യങ്ങള് നമ്മുടെ പ്രൈമറി എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. ഇനി നോക്കാം 6ാമത്തെ സെക്കൻഡറി എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ ഈ പറഞ്ഞത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഹോസസ്, മൊത്തത്തിലുള്ള ഹോസുകള്, ഹോസില്ലേ അത് ഹോസുകള്. ഗ്യാസ് ഫ്ലോ മീറ്റർ, അത് ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേജ്, അത് എന്താ പറയാ, ആ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗ്യാസ് ഫ്ലോ മീറ്റർ. പിന്നെ ഗ്യാസ് ഫ്ലോ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഗ്യാസ് ഫ്ലോ മീറ്റർ. ഗേജുകള് ആൻഡ് വാക്വം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് ദ പാർട്ട് ഓഫ് ദ പൈപ്പ് ലൈൻ സിസ്റ്റം. ഗേജ് എന്ന് പറഞ്ഞാൽ ഒരു മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഗേജ് മെഷർ ചെയ്യുന്ന അളക്കാനുള്ള ഒരു ഇതാണ് ഗേജ്. ആൻഡ് വാക്വം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് ദ പാർട്ട് ഓഫ് പൈപ്പ് ലൈൻ സിസ്റ്റം. ഇതെല്ലാം പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. ഇതൊക്കെ ഏതാണ് പ്രൈമറി എക്യുപ്മെന്റ്സിൽ വരുന്ന കാര്യമല്ല. They can contribute greatly to gas and vacuum consumption. ഇതിന്റെ ഭാഗം അല്ലെങ്കിലും പക്ഷെ എന്താണ് ഇതിന്റെ ഈ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിൽ ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇതിനൊക്കെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയും. They can contribute greatly to gas and vacuum consumption. വാക്വം കൺസപ്ഷന് ഗ്യാസിന്റെ ഒക്കെ ഇതിനൊക്കെ എന്താ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾക്ക്. ഹോസസിന്, ഗ്യാസ് ഫ്ലോ മീറ്ററിന്, ഗേജ്, വാക്വം, ഇതിനൊക്കെ ഇതിപ്പോ നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റും. ഇതിനെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് വേറൊരു ടൈപ്പ് സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്.
These items should be checked frequently as a part of routine inspection procedure. These items should be checked. അപ്പൊ നമ്മൾ മറ്റേതൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഹോസുകൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റർ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. These items should be checked frequently. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. എന്തിന്റെ? ആസ് എ പാർട്ട് ഓഫ് റുട്ടീൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ. റുട്ടീൻ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് എന്താണ്, ഇതും ഇടയ്ക്കിടയ്ക്ക് ഈ സെക്കൻഡറി എക്യുപ്മെന്റ്സും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ 6 എണ്ണമാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇന്നെടുത്ത ഏതാണ് വാൽവ് തുടങ്ങിയല്ല പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയോ നിങ്ങള്? റെഡി ചെയ്തോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? കേൾക്കുന്നില്ലേ? കഴിഞ്ഞ 1-2 ബാച്ചിന് മുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചത് ഇതാട്ടോ, ഗ്യാസ് ഫ്ലോ മീറ്റർ ഇല്ലേ, അതിന്റെ ചോദിച്ചായിരുന്നു. അപ്പൊ അതൊന്നും അവിടെ എഴുതി വെച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലേക്ക് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രിന്റഡ് നോട്ടിലാണെങ്കിൽ എഴുതിയാൽ മതി. ഗ്യാസ് ഫ്ലോ മീറ്റർ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: വിച്ച് ഡിവൈസ് റെഗുലേറ്റ് ആൻഡ് മെഷർ ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ്? അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് എഴുതിപ്പോ, അവിടെ എഴുതിപ്പോ ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് gas flow meter is a device regulate regulates regulates and measures regulate and measures the flow of a fluid and gas. Flow of a fluid and gas. The device regulates and measures the flow of a fluid and gas. That is gas flow meter. ഞാൻ പറഞ്ഞു ഗേജ് എന്ന് പറഞ്ഞു. ഗേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ ആൻഡ് ഗിവ്സ് എ വിഷ്വൽ ഡിസ്പ്ലേ ഓഫ് ആൻ എമൗണ്ട് ഓർ ലെവൽ ഓർ കണ്ടൻസ് ഓഫ് സംതിങ്. ഇതിന്റെ കണ്ടന്റ് ആ ലെവലോ അല്ലെങ്കിൽ എമൗണ്ടോ ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഗേജുകൾ. മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഗേജ്.
ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പൊ അത് ആദ്യം ആ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിച്ച് ഡിവൈസ് റെഗുലേറ്റ് ആൻഡ് മെഷർ ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ് ഫ്ലോ മീറ്റർ. ഇനി നെക്സ്റ്റ് സിമ്പിൾ ആണിത്. അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് നോക്കാം. ഫോർ പേഷ്യന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്. ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് പേഷ്യന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് എന്തൊക്കെ അഡ്വാൻറ്റേജുകളാണ് കിട്ടുന്നതെന്ന് നോക്കുന്നത്. ഓക്കെ, ഫോർ പേഷ്യന്റ്, ഫസ്റ്റ് പേഷ്യന്റിന്റെ ആണ്. പേഷ്യന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത് നോക്കാം നമുക്ക്. There will be no disturbing sight of oxygen cylinder at the bedside. Side എന്നാട്ടത് SID, സൈഡ് ആണ്. അപ്പൊ നമുക്ക് ഈ പേഷ്യന്റിനെ സംബന്ധിച്ചേ നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ബെഡ് സൈഡിൽ ഒരു വലിയ കുറ്റി കൊണ്ടുവയ്ക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അല്ലെ. നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഈ പൈപ്പ് ലൈനിലൂടെയാണ് ഇത് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇതിലൂടെ ആണെങ്കിൽ നമുക്ക് എന്താ, ആ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ആ ബെഡ് സൈഡില് ഈ സിലിണ്ടർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിസ്റ്റർബിംഗ് സൈറ്റ് എന്ത് ചെയ്യാം, അത് നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് വരുന്നത്. പ്രതീക്ഷേ, എന്തോ അശ്വതി എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ വളരെ സൈലന്റ് ആണോ? അയ്യോ അറിയില്ല കേട്ടോ. അറിയില്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ? അശ്വിനിനെ നമുക്ക് പൊക്കി കൊണ്ടുപോകാനല്ലോ. അശ്വിനിയുടെ സൗണ്ട് ഇവിടെ കേൾക്കാനില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് വേഗം ചാടി പറയണ്ടേ. പ്രതീക്ഷ ഓക്കെ ആയോ? കയ്യൊക്കെ സുഖായോ? ഞാൻ ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അശ്വിനി കുട്ടീനെ ഞാൻ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. പ്രതീക്ഷ പിന്നെ പറയുന്നുണ്ട്, ആൻസർ ചാടി വേഗം പറയുന്നുണ്ട്. വായിക്കുമ്പോ വായിച്ചു കഴിഞ്ഞോന്ന് ചോദിച്ചാൽ അതിനുള്ള റെസ്പോണ്ട് തരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പേഷ്യന്റിന് എന്തൊക്കെയാണ് അവർക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ആ പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ ബെഡ് സൈഡിൽ ഒരു വലിയ കുറ്റി ഓക്സിജൻ സിലിണ്ടർ, വലിയ ഒരു സിലിണ്ടർ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച ഒഴിവാക്കാം. അപ്പൊ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമ്മളാണെങ്കിലും എന്താ പറയാ, നോക്കുമ്പോ ഒരു വലിയ കുറ്റി ഗ്യാസ് സിലിണ്ടർ അവിടെ ഇരിക്കുന്നു ബെഡ് സൈഡില്. നേരത്തെ അങ്ങനെ ഓരോ പേഷ്യന്റ് അടുത്തും ഓരോ കുറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെയായിരുന്നു ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതോടുകൂടി ഈ ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇങ്ങനെ ഒക്കെ വന്നതോടുകൂടി നമുക്ക് ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് വേണ്ട. നേരെ നമുക്ക് പൈപ്പ് ലൈനിൽ കൂടെ തന്നെ അത് പോയില്ല. കുറച്ച് ഈ എന്താ പറയാ കൊള്ളുകൾ മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. വെന്റിലേറ്ററിലൊക്കെ ആണെങ്കിലും അതെ. അപ്പൊ നമ്മൾ എന്താ പറയാ, കുറച്ച് മുക്കിക്കടയൊക്കെ ആണെങ്കിൽ കുറച്ച് ട്യൂബ് ഇട്ടേക്കുന്നു എന്നുള്ളൊരു ഇതല്ലാതെ ആ ബെഡ് സൈഡില് ഒരു വലിയൊരു ഓക്സിജൻ സിലിണ്ടർ വെക്കുന്ന ഒരു ഡിസ്റ്റർബിംഗ് സൈറ്റ് അത് ഒഴിവാക്കാം. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയിസ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് ദ സിലിണ്ടർ ഇൻ ആൻഡ് ഔട്ട് ദ ഹോസ്പിറ്റൽ. ഇത് രണ്ടാമത്തെ കാര്യം, ഈ സിലിണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ശബ്ദം ഉണ്ടല്ലോ, ഒരു അനോയിങ് നോയിസ്, നമുക്ക് ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സൗണ്ട്, അത് ആ സിലിണ്ടർ മൂവ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന അനോയിങ് നോയിസ് അത് നമുക്ക് ഒഴിവാക്കാം, ഒഴിവാക്കാൻ പറ്റും. ഇൻ ആൻഡ് അറൌണ്ട് ദ ഹോസ്പിറ്റൽ. നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഒക്കെ വരുമ്പോൾ, ഗ്യാസ് കുറ്റിയൊക്കെ വരുമ്പോൾ നമുക്ക് റോട്ടിൽ വരുമ്പോഴത്തേക്കും സൗണ്ട് അറിയാൻ പറ്റും അല്ലേ? തട്ടിമുട്ടുന്നതിന്റെ ഒക്കെ ഒരു ഡിസ്റ്റർബിംഗ് സൗണ്ട് അല്ലേ? പറ്റൂലേ? അതുപോലെ ഈ ഗ്യാസ് സിലിണ്ടറുകൾ അത് കൊണ്ടുപോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ അനോയിങ് നോയിസ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് പേഷ്യന്റിന് ഒരു നല്ലൊരു അഡ്വാൻറ്റേജാ. എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതിന്റെയൊക്കെ സൗണ്ട് കേൾക്കുക എന്നുള്ളത് അവർക്ക് തന്നെ സംബന്ധിച്ച ഒരു ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് പോയിന്റ് നോക്കിയേ, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ due to the use and movement of the cylinder. അടുത്ത നോക്കിയേ, ആ സ്റ്റെറൈൽ ഏരിയാസിലേക്ക് നമ്മള് സ്റ്റെറൈൽ ചെയ്തിരിക്കുന്ന ഏരിയ, അപ്പൊ അതിൽ കൂടെ ഒക്കെ എന്താ പറയാ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുമ്പോ വീണ്ടും അതെന്താ
കറണ്ട് പോയതാ അല്ലേ? ഓക്കെ, ഞാൻ എനിക്ക് സ്റ്റക്ക് ആയിരുന്നു. സോറി കേട്ടോ, ഇവിടെ ഒന്ന് കറണ്ട് പോയിപ്പോ ഒന്ന് ബ്രേക്ക് ആയി പോയതാണ്. നമ്മുടെ ഫ്ലോ അങ്ങ് പോയി അല്ലേ? എത്ര പോയിന്റ് നിങ്ങൾ കേട്ടു? ഫസ്റ്റ് സെക്കൻഡും കേട്ടില്ലേ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു അശ്വിനി നമ്മൾ പറഞ്ഞേ? അശ്വിനിയോട് ചോദിക്കട്ടെ. ഓക്സിജൻ സിലിണ്ടർ പേഷ്യന്റ് ബെഡ് സൈഡ് വെച്ചേക്കൊണ്ടാണ് ഡിസ്റ്റർബിംഗ് ഒക്കെ, അങ്ങനെയുള്ള ഡിസ്റ്റർബിംഗ് സൈറ്റ്സ് ഒക്കെ പോകും. ഓക്കെ, അങ്ങനെയുള്ള സൈറ്റ് ഒഴിവാക്കാം. പ്രതീക്ഷ സെക്കൻഡ് പോയിന്റ് എന്താ? ലൈക്ക് സിലിണ്ടറിന്റെ നോയ്സ് അവോയ്ഡ് ചെയ്യാം. സിലിണ്ടർ സിലിണ്ടർ മൂവ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന അനോയിങ് നോയ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ തേർഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ ഫ്രം കണ്ടാമിനേഷൻ. അപ്പോ ഈ കണ്ടാമിനേഷൻ ആവുന്നതിൽ നിന്ന് ആ സ്റ്റെറൈൽ ഏരിയസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ അതിൽ കൂടെ വീണ്ടും ആ ഇതിന്റെ സിലിണ്ടറിന്റെ യൂസും ആ സിലിണ്ടർ മൂവ് ചെയ്യിക്കുമ്പോഴും അത് വീണ്ടും ഡീകണ്ടാമിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്താ കണ്ടാമിനേഷനിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉള്ള ക്ലീൻ ആയിട്ടുള്ള സപ്ലൈ അറ്റ് റിക്വയർഡ് ആവശ്യമുള്ള ലൊക്കേഷനിലേക്ക് എത്തിക്കാനും പറ്റും. അവിടെ ഒരു വെയിറ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ല. സിലിണ്ടർ വന്നതോ വെക്കണേറ്റോ അങ്ങനെയുള്ള വെയിറ്റിംഗ് ഒന്നും വേണ്ട. എവിടെയാണോ റിക്വയർമെന്റ്, എവിടെയാണ് ആവശ്യമുള്ളത് ആ ലൊക്കേഷൻ, റിക്വയർഡ് ലൊക്കേഷൻ എവിടെയാണോ അങ്ങോട്ടേക്ക് ക്ലീൻ ആൻഡ് കോൺസ്റ്റന്റ് സപ്ലൈ, ക്ലീൻ ആയിട്ടുള്ള കോൺസ്റ്റന്റ് സപ്ലൈ, സ്ഥിരമായിട്ടുള്ള സപ്ലൈയും അതുപോലെ ക്ലീൻ ആയിട്ടുള്ള സപ്ലൈ ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വെയിറ്റിങ്ങിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും ആവശ്യം വരുന്നില്ല. അപ്പൊ അത് നാലെണ്ണമാണ് ഫോർ പേഷ്യന്റിന്റെ. ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് ഉള്ളത് എന്നാണ് നോക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് അല്ലെ, ഈ എപ്പോഴാണോ നമുക്ക് ആ ഗ്യാസ് ആവശ്യം അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. ടാപ്സിൽ എപ്പോഴും അവർക്കും ഇതുപോലെ തന്നെ എന്താണ് ഗ്യാസ് സിലിണ്ടർ വരുന്നതോ കണക്ട് ചെയ്യുന്നതോ അങ്ങനെയുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വേഗത്തില് തന്നെ ആ ഗ്യാസിന്റെ എന്താ അവൈലബിൾ ആണ്, എപ്പോഴും അവൈലബിൾ ആണ്. അതാ ഉദ്ദേശിക്കുന്നത്. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. ടാപ്സുകളിൽ വാതകത്തിന്റെ വേഗത്തിലുള്ള ഒരു അവൈലബിലിറ്റി ലഭ്യത. ഇനി സെക്കൻഡ് പോയിന്റ് ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ്. ഓക്കെ, ക്ലീൻ ഗ്യാസ് ക്ലീൻ അതാണ്, പിന്നെ അതോടെ സേഫ് ആണ്, നല്ല സുരക്ഷിതമാണ്, ആൻഡ് ഡിപ്പെൻഡബിൾ വിശ്വസനീയമായ ഡെലിവറി ഗ്യാസുകളുടെ
വിശ്വസനീയമായ ഡെലിവറികളും കിട്ടും. അത് സ്റ്റാഫിനെ സംബന്ധിച്ച് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അവിടെ വളരെ സേഫ് ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഡെലിവറി അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് നോക്കാം, തേർഡ് പോയിന്റ്, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസ്. ഓക്കെ, ഗ്യാസസ് എന്നാണ് അവിടെ, അതൊന്ന് കറക്റ്റ് ചെയ്തേട്ടെ. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് whenever and wherever needed. റെഗുലർ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ് കിട്ടും. ഫ്ലോ ഓഫ് ഗ്യാസസ് whenever, എവിടെയാണോ, wherever, എവിടേക്കാണോ, എപ്പോഴാണോ ഗ്യാസിന്റെ ആവശ്യം, അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നു. അവിടെ നമുക്ക് വേറെ വെയിറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും വേണ്ട, ആവശ്യമില്ല. റെഗുലർ ആയിട്ട് ഗ്യാസ് ഫ്ലോ എപ്പോഴും അവൈലബിൾ ആണ്. റെഗുലർ ഫ്ലോ ഓഫ് ഓർ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഗ്യാസസ് whenever and wherever needed. എപ്പോഴാണോ എവിടേക്കാണോ ഒക്കെ ആവശ്യം എന്ന് വെച്ചാൽ അത് കറക്റ്റ് റെഗുലർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, മിനിമൽ ആക്സിഡന്റൽ റിസ്ക് ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. മിനിമം ആക്സിഡന്റൽ റിസ്ക്, ഈ സിലിണ്ടറുകളെ മിസ്ഹാൻഡ് ചെയ്യുമ്പോൾ തെറ്റായ കൈമാറ്റം മൂലം ഒക്കെ ഉണ്ടാകുന്ന ആക്സിഡന്റൽ റിസ്ക് ഒഴിവാക്കാം. അതൊരു നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ്, മിനിമൽ ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ഓഫ് ദ സിലിണ്ടേഴ്സ്. സിലിണ്ടേഴ്സിന്റെ തെറ്റായ കൈമാറ്റം മിസ്ഹാൻഡ്ലിംഗ് എന്നാ പറഞ്ഞേക്കുന്നത്, തെറ്റായ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന ആക്സിഡന്റൽ റിസ്കുകൾ അത് ഒഴിവാക്കാൻ പറ്റും. ഇത്രയും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ അഡ്വാൻറ്റേജിൽ വരുന്നതാണ്. ഫസ്റ്റ് 2 പോയിന്റ് ഒന്ന് വായിച്ച ശരി. ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഓർമ്മ കിട്ടുമല്ലോ. മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് ഹോസ്പിറ്റൽ സ്റ്റാഫിനുള്ള അഡ്വാൻറ്റേജ്. Strict availability of gas on tap. Gas on taps. Clean, safe and dependable delivery of gases. Okay, clean, safe and dependable delivery of gases. Next 2 point പ്രതീക്ഷ ഒന്ന് വായിച്ചേ. Regular flow of gases whenever and wherever needed. Minimal accident risk due to the mishandling of cylinders. എന്തോ? Okay, minimal accidental risk due to the mishandling of cylinders. Okay. ഇനി നെക്സ്റ്റ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്ന് നോക്കാം. അതും ഇതുപോലെ 5 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ള അഡ്വാൻറ്റേജുകൾ. ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് എ ഫേവറബിൾ ടേംസ്. അടുത്ത നോക്കി, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ്, ഈസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇൻ ലാർജ്, ഒരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കുറ്റി വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അഡ്മിനിസ്ട്രേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ഫേവറബിൾ ടേംസ്, അനുകൂലമായ നിബന്ധനകൾക്ക് അനുസരിച്ച് ഒരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവിടെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ്. അനുകൂലമായ നിബന്ധനകൾക്ക് അനുസരിച്ച് ഒരു വലിയൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടേഴ്സ്. എന്താണ് ആ വില, എക്കണോമി, ആ സിലിണ്ടേഴ്സിന്റെ വില, അതിന് നമുക്ക് എന്താ പറയാ, ഒരുമിച്ച് നമ്മള് ഇങ്ങനെ വലിയൊരു ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ അത് സാമ്പത്തികമായിട്ട് നമുക്ക് എന്താ പറയാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് അതൊരു ലാഭമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ആ സാമ്പത്തിക ഒരു ലാഭം. പിന്നെ അടുത്ത നെക്സ്റ്റ് വരുന്നതാണ് ലെസർ ബ്രേക്കേജ്. ബ്രേക്കേജ് കുറയുക, ലെസർ ബ്രേക്കേജ് സംഭവിക്കുന്നത് കുറവാണ്. പിന്നെ അടുത്തത് റാഷണലൈസേഷൻ ഇൻ ഓർഡറിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് എ വൈഡ് വെറൈറ്റി ആൻഡ് സൈസസ് ഓഫ് ഗ്യാസ് സിലിണ്ടർ. റാഷണലൈസേഷൻ, ന്യായമായ രീതിയിൽ തന്നെ നമുക്കത് ഓർഡർ ചെയ്യാം, അതുപോലെ സ്റ്റോർ ചെയ്യാനും, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിംഗ് ചാർജുകളാണെങ്കിലും കുറവല്ലേ. നമ്മൾ ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ ഒരു പ്രാവശ്യം കൊണ്ടുവരുന്നതും പല പ്രാവശ്യങ്ങളിലോ കൊണ്ടുവരുന്നതും ആ ട്രാൻസ്പോർട്ടിങ്, അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറിങ്, കളക്ട് ചെയ്യാനും ട്രാൻസ്പോർട്ടിങ്ങും, ഇതെല്ലാം എന്താ പറയുന്നത്, നമുക്കത് ലാഭമാണ് അതിനകത്ത് വരുന്നത്. ആൻഡ് വൈഡ് വെറൈറ്റി ആൻഡ് സൈസ് ഓഫ് ഗ്യാസ് സിലിണ്ടേഴ്സ്. പിന്നെ അടുത്താണ് ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓൺ ടു ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്.
അതായത് സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ ബിൽഡിങ്ങിന്റെ ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്ലസ് ഡാമേജ് ടു ബിൽഡിംഗ്. അപ്പൊ സിലിണ്ടർ ഒക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ എവിടെ തട്ടി ബിൽഡിംഗ് ഡാമേജ് ആയി പോണത് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബിൽഡിങ്ങിന് ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാൻ പറ്റും. പ്ലസ് ഡാമേജ് ടു ബിൽഡിംഗ് മോർണിംഗ് ടു ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ എന്താ അവിടെ എവിടെയൊക്കെ തട്ടിയൊക്കെ ബിൽഡിങ്ങിന് ഡാമേജ് വരുന്നത് അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, 2-3 പേജുകൾ കഴിഞ്ഞിട്ട് നമ്മളത് ടേബിളിലാക്കി തന്നെയുണ്ട്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നോക്കിയ കളർ കോഡുകൾ നമ്മളിത് പറഞ്ഞു തരുന്നത് ആ ടേബിളിൽ ഒന്നോടെ ലാസ്റ്റ് ഒരുമിച്ച് തന്നു എന്നുള്ളൂ. കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ഐസോ സ്റ്റാൻഡേർഡ്സ്. കളർ കോഡുകളാണ് പറഞ്ഞേക്കുന്നത്. ഗ്യാസസ് ഉണ്ട്, അതിന്റെ കളർ കോഡുകളും നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാ. ഓക്സിജൻ ഏതാ വേഗം പറഞ്ഞോ. ഓക്സിജൻ കളർ കോഡ് ല്ലേ? വൈറ്റ്. നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ. ദെൻ മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സക്ഷൻ യെല്ലോ. നൈട്രജൻ ബ്ലാക്ക്. കാർബൺ ഡയോക്സൈഡ് ഗ്രേ. അശ്വിനിനെ ഞാൻ ഇവിടെ നിന്ന് പൊക്കി കൊണ്ടുവന്നപ്പോ പ്രതീക്ഷ എവിടെ പോയി? അല്ല മാം, ഞാനുണ്ട്. അതെ, അതോ അതിന് അശ്വിനിക്ക് ചാൻസ് കൊടുത്താണോ പറയട്ടെ എന്ന് വിചാരിച്ച്? അല്ലല്ല, കുഴപ്പമില്ല, പറഞ്ഞു. അല്ല, പ്രതീഷിന്റെ സൗണ്ട് ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. പ്രതീഷ് പറയണായിരുന്നു ഒരാളെ പിടിച്ച് പൊക്കി കൊണ്ടുവന്നപ്പോ അടുത്ത ആള് താഴെ പോയെന്ന് അറിയാൻ. ഓക്കെ, നമ്മൾ കളർ കോഡുകൾ പഠിച്ചത് തന്നെയല്ലേ? ഫസ്റ്റ് നമ്മൾ ഓരോന്നും പറഞ്ഞപ്പോ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ കളർ കോഡുകളും എഴുതി പോയായിരുന്നു. ഇത് ഓരോ സിലിണ്ടറിന്റെ കളർ കോഡാണ്. അപ്പൊ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാ. നമുക്ക് അകത്ത് ഏത് ഗ്യാസ് ആണെന്നുള്ളത് നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓരോ സിലിണ്ടറിനും കളർ കോഡുകൾ വെച്ചിട്ടുണ്ട്. ഓക്സിജൻ വൈറ്റ്, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, ദെൻ മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സക്ഷൻ യെല്ലോ കളർ, നൈട്രജൻ ബ്ലാക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ. ഓക്കെ അല്ലേ ഇത്? ഓക്കെ. ഇനി നെക്സ്റ്റ് തന്നേക്കുന്നത് എന്താണ്? സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസ്. ഇനി ഈ ഗ്യാസ് ഒക്കെ കുറച്ച് പ്രശ്നക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സേഫ് പ്രാക്ടീസ് നമ്മൾ അതിന്റെ കംപ്രസ് ചെയ്ത ആ ഗ്യാസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതമായ രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. അത് ഓരോന്നും താഴെ തന്നിട്ടുണ്ട്. വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കണ്ടന്റിന്റെ തിരിച്ചറിയൽ. അപ്പൊ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്, അതിനകത്ത് എന്താ പറയാ, പ്രവർത്തന സുരക്ഷാ പരിശോധന. അത് നമ്മള് അതിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അത് ഹാൻഡിലിംഗ് ആൻഡ് യൂസ്, കൈകാര്യം ചെയ്യുമ്പോഴും അത് ഉപയോഗം ചെയ്യുമ്പോഴും നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്. പിന്നെ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്, ലിഫ്റ്റ് ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ എന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടേ അതുണ്ട്. പിന്നെ സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സിന്റെ സേഫ് ആയിട്ടുള്ള ഉപയോഗം. അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ റെഗുലേറ്റർ കൈകാര്യം ചെയ്യണം, അങ്ങനെ അത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. അതിനകത്ത് ഓരോന്നും നമുക്ക് വേഗം ഇതുപോലെ പോയിന്റ്സ് തന്നെയുള്ളൂ. എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് പറഞ്ഞു തരാം. സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് പ്രവർത്തിക്കുമ്പോഴുള്ള സുരക്ഷിതമായിട്ടുള്ള രീതികൾ. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കണ്ടന്റ്.
കണ്ടന്റ്. ഫസ്റ്റത്തെ കണ്ടന്റിന്റെ തിരിച്ചറിയല്. ഫസ്റ്റ് പോയിന്റ് തന്നേക്കണേ, കണ്ടന്റ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റിക്കഗ്നൈസ്ഡ്. എന്താണ് അതിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് നമ്മളൊരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സേഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ദ കണ്ടന്റ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റിക്കഗ്നൈസ്ഡ്. കണ്ടന്റ് എന്താണ് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. സെക്കൻഡ് പോയിന്റ്, color coding is not a dependable means of identification. Cylinder colors different from supplier to supplier. അപ്പൊ നമ്മൾ കളർ കോഡിംഗ് അനുസരിച്ച് നമ്മൾ പറഞ്ഞു ഓരോ ഗ്യാസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ എന്ത് പറയുന്നേ, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷനുള്ള ഒരു വിശ്വസനീയമായ ഒരു മാർഗമല്ല. ശരിയാവാം, ചിലപ്പോ യാദൃച്ഛികമായിട്ട് തെറ്റാവാനുണ്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കളർ കോഡിങ്ങിന് മാത്രം നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കൊരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഐഡന്റിഫിക്കേഷൻ ഉള്ള ഒരു മാർഗമല്ല എന്നാ പറഞ്ഞേക്കുന്നത്. കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. കളർ കോഡിങ് അത് ഐഡന്റിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു മാർഗമല്ല. എന്തുകൊണ്ട് ആ സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. സപ്ലയർ ടു സപ്ലയർ അനുസരിച്ച് സപ്ലയർ വ്യത്യാസം മാറുന്നതിന്റെ അനുസരിച്ച് ആ കളേഴ്സ് ഡിഫറെന്റ് ആവാം. സിലിണ്ടർ കളേഴ്സ് വ്യത്യാസമാകാൻ ചാൻസ് ഉണ്ട്. സിലിണ്ടർ കളർ ഡിഫറെന്റ് ഫ്രം സപ്ലയർ ടു സപ്ലയർ. നെക്സ്റ്റ് തേർഡ് പോയിന്റില്, ഡു നോട്ട് disfigure or remove any marking. എന്തെങ്കിലും ആ സിലിണ്ടറിൽ മാർക്കിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പാടില്ല. ഓർ എനി മാർക്കിംഗ്, ടാഗ്, എന്തെങ്കിലും ടാഗുകൾ ഉണ്ടാവില്ല ഇങ്ങനെ ടാഗുകളൊക്കെ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കാര്യങ്ങൾ അറിയിക്കാൻ അതിനകത്ത് സിലിണ്ടറിൽ വല്ല ടാഗുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പാടില്ല. ഓർ സ്റ്റെൻസിൽ മാർക്ക്. സ്റ്റെൻസിൽ മാർക്ക് എന്ന് വെച്ചാൽ സ്റ്റെൻസിൽ മാർക്ക് എന്താ? സ്റ്റെൻസിൽ മാർക്ക് സിമ്പിൾസ് ആണോ? ഈ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളല്ലേ, അക്ഷരാകൃതിയിലുള്ള മാർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുദ്രകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല. Marks used for identification of the content attached by the gas vendors. ഗ്യാസ് വെൻഡർ എന്ന് വെച്ചാൽ ആ വെൻഡർ എന്ന് വെച്ചാൽ വസ്തു ഉടമ. അപ്പൊ ഗ്യാസ് വെൻഡേഴ്സ് ഈ ഗ്യാസിന്റെ കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ മാർക്കുകളോ ടാഗുകളോ അതുപോലെ സ്റ്റെൻസിൽ മാർക്കുകൾ, എന്തെങ്കിലും അക്ഷരാകൃതിയിലുള്ള ചിഹ്നങ്ങളോ എന്തെങ്കിലും മുദ്രകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ, അതൊന്നും റിമൂവ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫർമേഷൻ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഇതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അത് വലിച്ചുറച്ചൊന്നും കളയരുത്. അതാ പറഞ്ഞേക്കുന്നത്. ഡു നോട്ട് ഡിസ്ഫിഗർ ഓർ റിമൂവ് എനി മാർക്കിംഗ്. ഇനി മാർക്ക് ഉണ്ടെങ്കിലോ ടാഗുകളോ അല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്കോ ഉണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാ? യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കണ്ടന്റ് അറ്റാച്ച്ഡ് ബൈ ദ ഗ്യാസ് വെൻഡേഴ്സ്. ഗ്യാസ് വെൻഡേഴ്സ് ആ ഗ്യാസ് സിലിണ്ടറിന്റെ കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ മാർക്കുകള് ടാഗുകള് സ്റ്റെൻസിൽ മാർക്കൊന്നും റിമൂവ് ചെയ്യരുത്. ഫോർത്ത് പോയിന്റ് തന്നിരിക്കുന്നത്, cylinders which do not have a clearly written stamp or stenciled identification of the content should not be used and the gas vendor should be contacted for removal. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സിലിണ്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എ ക്ലിയർലി റിട്ടേൺ. ആ സിലിണ്ടേഴ്സിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അതേ പകുതി മാഞ്ഞു പോവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ, ഓ സ്റ്റാമ്പ്ഡ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും മുദ്രകളോ അതൊക്കെ സ്റ്റാമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓ സ്റ്റെൻസിൽഡ് ഈ മുദ്രകളോ ചിഹ്നങ്ങളോ അങ്ങനെയുള്ളത് അതൊന്നും ഐഡന്റിഫിക്കേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഇങ്ങനെയുള്ള മാർക്കുകള് കാര്യങ്ങള് കണ്ട് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അങ്ങനെ ക്ലിയർ അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മളത് ഊഹിച്ചെടുത്തോണ്ട് അതായിരിക്കും അല്ലെങ്കിൽ ഇതിങ്ങനെയായിരിക്കും എഴുതിയേക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ അത് ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പൊ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? And the gas vendor should be contacted for removal. അപ്പൊ തന്നെ ഗ്യാസ് വെൻഡറിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അത് മാറ്റി വേറെ വേണം, അതിന്റെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് മാറ്റി എടുക്കാവുന്നതാണ്.
നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് അത് അങ്ങനെയായിരിക്കും എഴുതിയേക്കണത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ഊഹിച്ചുകൊണ്ട് നമ്മൾ അതൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതിയത് ക്ലിയർ അല്ലെങ്കിലോ, അതുപോലെ തന്നെ സ്റ്റെൻസിൽ ഐഡന്റിഫിക്കേഷൻ ക്ലിയർ ആയിട്ടല്ലെങ്കിലോ, എന്തെങ്കിലും സ്റ്റാമ്പ് ചെയ്തിട്ടില്ലെങ്കിലോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ ഗ്യാസ് വെൻഡേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാനായിട്ട് പറയുന്നു. ഇനി ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് റീഡ് ദ MSDS. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. MSDS എന്ന് പറയുന്നത് മെറ്റീരിയൽ, അവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചോട്ടോ, മെറ്റീരിയൽ സേഫ്റ്റി, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. ഓക്കെ, read the MSDS. അപ്പൊ MSDS ന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. പ്രതീക്ഷിന്റെ സൗണ്ട് ചെയ്യാൻ കേട്ടില്ല കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അങ്ങനെ ഫുൾ ചാൻസ് ആശ്വതിക്ക് കൊടുക്കണ്ട, പ്രതീക്ഷിന്ന് പറഞ്ഞു. ഓക്കെ, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. അത് നോക്കി, read the MSDS and labels for all of the materials you work with. നമ്മൾ എന്താണ് പറഞ്ഞേക്കുന്നത്? അതിന്റെ മെറ്റീരിയലുകളുടെ അത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അത് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവിരിക്കുമല്ലോ. നമുക്ക് അതിന്റെ എന്താ സേഫ്റ്റി ഡേറ്റ ഷീറ്റുകൾ ഉണ്ടാവും. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ വെച്ചേക്കുന്നത്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വായിക്കണം. വേണ്ടത് നമ്മളിപ്പോ എന്തെങ്കിലും എന്താ ഒരു ഇലക്ട്രോണിക്സ് സാധനങ്ങൾ എന്തെങ്കിലും ഒക്കെ പുതിയതായിട്ട് വാങ്ങുമ്പോൾ അതിനകത്ത് ഇതുപോലെ ഉണ്ടാവുമല്ലോ, പ്രൊഫഷണൽ പോലെ ഉണ്ടാവില്ലേ അല്ലെ? അപ്പൊ അതിന് ശരിയായിട്ടുള്ള യൂസ് വേണ്ട. നിസ്സാര കുക്കർ മേടിച്ചാൽ തന്നെ ഉണ്ടാവും അല്ലെ? കുക്കർ, പുതിയ കുക്കറൊക്കെ മേടിക്കുമ്പോ അതിനകത്തില്ലേ പ്രൊഫഷണൽ പോലെ? പക്ഷെ അതൊന്നും നമ്മൾ ആരും അയച്ചൊന്നും നോക്കാറില്ല അല്ലെ? ആദ്യം തന്നെ എടുത്ത് കളഞ്ഞു. അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. കാരണം ഇപ്പൊ എല്ലാവർക്കൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ അറിയാമെങ്കിലും എന്താ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ വേയിൽ അത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രൊഫഷണൽ പോലത്തെ സാധനം അനുഭവത്തിൽ വെച്ചേക്കുന്നത്. അത് എന്ത് സാധനമാണെങ്കിലും ശരി, ഇലക്ട്രോണിക് സാധനങ്ങൾ മിക്കതും എല്ലാവരും തന്നെ വാങ്ങുമ്പോഴൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ, അതെങ്ങനെ യൂസ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പിന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റുകൾ, അത് ആൻഡ് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദി മെറ്റീരിയൽ യു പറഞ്ഞു. അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന എല്ലാ മെറ്റീരിയലുകൾക്കുമുള്ള ആ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് വായിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. MSDS. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത്രയും മതിയെന്ന്. നമുക്ക് ഒരുപാട് ഇപ്പൊ നമുക്ക് ക്ലാസ് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. 1-2 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് നാളെ ഉണ്ടാവുമോ? എനിക്ക് മിക്കവാറും ക്ലാസ് നാളെ ഇട്ടെന്ന് തോന്നുന്നു അല്ലെ? അതിന്റെ ഇവിടെ ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കപ്പോ ബാക്കി ബാലൻസ് നോക്കാം. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിയേ. 5 പോയിന്റ്. വായിക്കണം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എളുപ്പല്ലേ? അതെ. ഇപ്പൊ അടുത്ത തുടങ്ങണോ? തുടങ്ങിയ 5 മിനിറ്റ് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്ലാസ് തീർക്കാം. നീ കുറച്ചും കൂടെ ഉള്ളു, ഇത്രയും ഉള്ളു, ഇത്രയും കാര്യങ്ങളുള്ളൂ. വേഗം തിരിച്ചാണ്. നമ്മൾ ഇന്നിപ്പോ അധികം ഒന്നും പഠിച്ചില്ല. നമ്മുടെ ഏതാണ് കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. അതിലെ 6 കമ്പോണൻസ്
അതിൽ 5 നമുക്ക് പ്രൈമറി എക്യുപ്മെന്റ്സ് അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അത് ഇന്ന് നമ്മളിപ്പോ തുടങ്ങിയത് 3ാമത്തെ മുതലാണ്. അതിനകത്ത് ഫസ്റ്റ് സോഴ്സ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്, വാൽവുകൾ, വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം പറഞ്ഞു, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. പിന്നെ അത് കൂടാതെ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഏതാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സും വരുന്നത്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാട്ടോ, സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്, ഗേജ് ആൻഡ് കോർഫം. എന്താ ഗ്യാസ് ഫ്ലോ മീറ്റർ ഞാൻ എഴുതി തന്നു, അത് നോക്കണം. അതിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് പേഷ്യന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് വരുന്നത്, ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്, ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ഈ ഓരോ ഗ്യാസസും അതിന്റെ കളർ കോഡുകളും, ആ സിലിണ്ടറിന്റെ ആട്ടോ, ഗ്യാസിന്റെ അല്ല, ആ സിലിണ്ടറിന്റെ കളർ കോഡുകൾ, ഓരോ ഗ്യാസസും കളർ കോഡുകളും പറഞ്ഞു. പിന്നെ നമ്മൾ അത് ഈ കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഉള്ള സേഫ് പ്രാക്ടീസ് എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. സുരക്ഷിതമായിട്ടുള്ള രീതികൾ, അതിന്റെ ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കണ്ടന്റ് ആണ്. കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫസ്റ്റ് പറഞ്ഞത്. 5 പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ അല്ലേ? മ്യൂട്ടാണ്. സൗണ്ട് ഇല്ല അല്ലെ? ഓക്കെ, അപ്പോ എന്താ പറയാ, ഇന്നിപ്പോ നിങ്ങൾക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് 5 ഈ ഒരു ഭാഗത്ത് ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ഇടാം. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു.